ചില പാസ്റ്റർമാർക്കൊക്കെ ചെറുതായിട്ട് പിരിവെട്ടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. കാരണം ഈ കൊറോണ വന്നതോടുകൂടി കുറേയൊക്കെ ആൾക്കാർക്കൊക്കെ ഇച്ചിരി ബോധം വെച്ച പോലെ തോന്നുന്നുണ്ട്. അതായത് ഇങ്ങനത്തെ പ്രാർത്ഥനയും ഹീലിങ്ങും പരിപാടിയും ഒന്നും നടക്കുന്നില്ലല്ലോ. കൊറോണ വന്നപ്പോൾ ഒരു പാസ്റ്റർ പോലും ഒരാളുടെയും രോഗം പ്രാർത്ഥിച്ച് ഭേദമാക്കാമെന്നോ കൊറോണ വൈറസിനെ അങ്ങ് ഇല്ലാണ്ടാക്കാമെന്നോ ഒന്നും പറയാഞ്ഞതുകൊണ്ട് അത്രയും വലിയൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴേക്ക് ഏറ്റവും ബോധം ഇല്ലാത്തവർക്ക് ഒരു ബോധം വെക്കുകയും ഇനി മുമ്പ് ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നു, കണ്ണിന് കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഈ യേശുക്രിസ്തു ഇങ്ങനെ ഏതോ അന്ധന് കാഴ്ചയാക്കി എന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ ബൈബിളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കയറി അങ്ങ് പറ്റിച്ച് ആളെ പറ്റി ജീവിക്കുന്നവരാണല്ലോ ഇങ്ങനെയുള്ളവന്മാർ. ഈ മറ്റേ രോഗശാന്തി ശുശ്രൂഷ എന്ന് പറഞ്ഞ് നടത്തിയ കള്ളത്തരം എന്ന് പറയുന്നത് അന്ധകാലത്ത് ജീവിച്ചിരുന്ന കുറെ മണ്ടന്മാർക്ക് മനസ്സിലാകത്തില്ലല്ലേ. അത്രയ്ക്ക് അന്ധവിശ്വാസികളായിട്ടുള്ള ആൾക്കാരോട് ഉണ്ടാകുന്ന അതിന് മുമ്പ് മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ചെയ്തുകൊണ്ട് നടന്നവരൊക്കെ എന്താ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് വേറൊരു സ്റ്റൈലിൽ പരിപാടി വന്നപ്പോൾ അങ്ങ് ഏറ്റെടുത്തെന്നുള്ളതേ ഉള്ളൂ. അല്ല അതിനപ്പുറത്തോട്ട് വലിയ പരിപാടി ഒന്നുമില്ല. ഇപ്പൊ കോഴിയെ പറപ്പിച്ചു, അല്ലെ ചുട്ട കോഴിയെ പറപ്പിച്ചു എന്നൊക്കെ പറയത്തില്ല, അല്ലെ കോഴിയുടെ തല വെട്ടി വെച്ചിട്ട് എവിടെയും കഴിയുമ്പോൾ ആ രോഗം മാറി, പിന്നെ അവിടെ പോയി എന്തെങ്കിലും കിടന്ന് ഉരുളുകയോ തലയും കുത്തിമറിയൊക്കെ ചെയ്ത രോഗം മാറി എന്നൊക്കെ പറയുന്ന പരിപാടിയൊക്കെ അവതരിപ്പിച്ച് കളിപ്പിച്ചുകൊണ്ടിരുന്നവര് വേറൊരു രീതിയിൽ കളിപ്പിക്കാൻ വന്നവരാണ് ഈ പാസ്റ്റർമാര്. ഏത് ഈ എന്താ പറയുക രോഗശാന്തി ടീം. പിന്നെ കുറച്ച് ഈ മതപരിവർത്തനം നടത്തിയ കക്ഷികൾ കൊണ്ട് കാശുണ്ടാക്കി, അങ്ങനെ ഇവരെല്ലാം ഭയങ്കര കാശുണ്ടാക്കി കോടീശ്വരന്മാരായിട്ട് മാറി. പലരും ഉണ്ട്, പേരെടുത്ത് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അതിനിടയിൽ വേണ്ട മെയിൻ ആണോ ജോണോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി, ടിനു ജോണോ അങ്ങനെയാണ് ഞാൻ എടുത്തത്. നേരത്തെ ഈ എന്തോ ടിജോ എന്ന് പറഞ്ഞ വാസ് ഇതുപോലെ എന്നെ ശപിക്കുന്നുണ്ടായിരുന്നു. ഓൺലൈനിൽ ഇരുന്ന് ഞങ്ങളെ വിമർശിക്കുന്നവന്മാരെ എല്ലാം ഇല്ലാണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ ഒത്തിരി സാധനം പുതിയത് വന്നിട്ടുണ്ട്. അവിടെ QR കോഡ് ഒക്കെ വെച്ചിട്ടുണ്ടോ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന്. എന്റെ അളിയ ജീസസ് ഇപ്പൊ ഇനി ഇതൊക്കെ ക്യാൻസൽ ചെയ്യാൻ ഇറങ്ങുമോ? ആ കുരിശിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന അവിടെ നിന്ന് പോയി സ്വർഗത്തിൽ നിന്ന് തിരിച്ച് വേണ്ട, ഇവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാമല്ലോ, ക്യാൻസൽ ചെയ്യാൻ എളുപ്പമാണ്. കൊള്ളായാലും ജീസസിന് ഓരോ പണി ഏൽപ്പിക്കുന്നത്. അതായത് ഇവന് പൈസ കൊടുക്കരുത്, ചർച്ചിന് പൈസ കൊടുക്കരുതെന്ന് പറയുന്നവരെ ഇവനങ്ങ് ക്യാൻസൽ ചെയ്യുവാണ് അവരുടെ പ്രോസ്പെറിറ്റി ഒക്കെ. കാരണം തന്നെ അവിടെ വന്നിരിക്കുന്നവർക്ക് ഇവൻ കൊടുത്തതാണല്ലോ എല്ലാം ഔദാര്യമായിട്ട്. ജീസസിനോട് ഇവനാണല്ലോ പറയുന്നത് എപ്പോൾ കൊടുക്കണം, എപ്പോൾ മേടിക്കണമെന്നും എപ്പോൾ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ. അല്ലേ എന്തൊരു അന്ധവിശ്വാസികളാണ് ഇനി ബാക്കിയുള്ളവരവിടെ. ഇവന്റെയൊക്കെ അടുത്ത് പോയി ഇരിക്കാവോ ഇനി? നേരത്തെ തന്നെ ഇതൊക്കെ കണ്ടാൽ മനസ്സിലാക്കണം. അത് പൊട്ടന്മാർ, അത് മനസ്സിലായിട്ടില്ല, തീരെ ബുദ്ധിയില്ലാത്ത മനുഷ്യർ, തീരെ വെളിവില്ലാത്തവര് വീണ്ടും കുത്തിയിരുന്ന് അവസാനം തേണ്ട കണ്ടോ ക്യാൻസൽ ചെയ്ത് കളയുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അവന്റെ മോന്തൊക്കെ ഇരിക്കുന്നത് കണ്ടോ ഉടനെ നോക്കി, അവന് മോന്ത വെച്ചേക്കുന്നത് കണ്ടോ, ആ മുഖം കണ്ടോ, വിഷമമുണ്ട് കേട്ടോ. കാശ് കുറഞ്ഞെന്ന് തോന്നുന്നു. കുറെ പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിച്ചോണ്ടിരുന്നവന് കുറച്ച് പൈസയുടെ എന്തോ പ്രശ്നം ഉണ്ടായി. ആരാണ്ട് കാശ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അടിച്ചിറക്കിയിട്ട് വല്ലവരും മറ്റേ സ്വോത്ര കാഴ്ചയും 10% എന്തെങ്കിലും പറയുന്നത് ഇതൊക്കെ കൊടുക്കൽ നിർത്തി കാണും. പിന്നെ ചർച്ചിന് കുറച്ചേരം ഇറങ്ങിപ്പോയി കാണും. അതിനുള്ള ഒരു നമ്പർ ഇറക്കിയതാണ്. ഐ ബ്ലോക്ക് യു ദാറ്റ് അല്ല ഇംഗ്ലീഷിലൊക്കെയാ പറഞ്ഞത്. ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഐ ബ്ലോക്ക് യു ദാറ്റ്. ഞാൻ ആരാന്നറിയാവോ നിങ്ങൾക്ക്? ഓ ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല രസമാണ്. അയമൻ അപ്പോസ്തോലനായിട്ട് പറഞ്ഞു. എന്ത് ഈ അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാല് ഇവൻ അപ്പോസ്തോലനാണ്. എന്തോ തോലനാണേലും കൊള്ളാം, നീ ആളുമിടുക്കനാ. യേശുക്രിസ്തുവിനെ വെച്ച് ഈ പണിയൊക്കെ ജയിക്കുന്നതിനാണ് അപ്പോസ്തോലൻ എന്ന് പറയുന്നത്. നാണയില്ലാത്ത നാറികൾ കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ യേശുവിന്റെ പേര് പറഞ്ഞ് പറ്റിക്കുന്നു, മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞ് പറ്റിക്കുന്നു. എല്ലാവരും ഇതെല്ലാം പറ്റിക്കില്ല മൊത്തത്തില്. ഈ ടീമുകളെല്ലാം മതം എന്ന് പറയുമ്പോഴേ പറ്റിക്കൽ തുടങ്ങി കഴിഞ്ഞു. പിന്നെ കുറച്ചും കൂടി വലിയ വിരോധം ഉണ്ടാകേണ്ട കാര്യമില്ല ഇവരോട്. കാരണം ഓൾറെഡി അവർ പറ്റിച്ചുകൊണ്ടിരുന്നവരാണ്. പിന്നെ ഇവർ കയറി കുറച്ച് ഇടയ്ക്കൊന്നും ഇച്ചിരി ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നു. ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാൻസർ ഭേദപ്പെടും, അല്ലെങ്കിൽ എന്താ പറയുക ഈ പറഞ്ഞ പോലെ എന്താണ് രോഗശാന്തി ഉണ്ടാകും, രോഗശാന്തി ശുശ്രൂഷ നടക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒത്തിരി പേർക്ക് ചികിത്സിക്കാതെ പലരും മരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ട്. ചെറിയ എന്തെങ്കിലുമൊക്കെ പനിയൊക്കെ ബാധിച്ച് കിടന്നവരൊക്കെ പനി കൂടി ചത്തു. ചെറിയ പരിപാടികൾ ആശുപത്രിയിൽ പോയാൽ തീരാവുന്ന കേസൊക്കെ ഉള്ളൂ. പക്ഷേ ഇമാർ പ്രാർത്ഥിച്ച് കൊന്നിട്ടുണ്ട് പലരെയും. അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ കൊറോണ സമയത്ത് കൊറോണ എന്ന് പറഞ്ഞൊരു വൈറസ് ഇല്ല, അതായതെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുക. മൊത്തത്തിൽ മെഡിക്കൽ സയൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഇവരെ. ഇങ്ങനത്തെ പരിപാടി കൊണ്ട് ഇറങ്ങുന്നവരെ ചികിത്സിച്ച് രക്ഷപ്പെടുത്തേണ്ട ആൾക്കാരെ കൊല്ലും, എന്നിട്ട് കാശ് അടിച്ചുകൊണ്ട് പോകും അവൻ്റെയൊക്കെ. അതാ ഇമാരുടെ പണി. അപ്പോഴേക്കും പിണങ്ങിയോടാ കൂട്ടാ. ഞാൻ പറഞ്ഞ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ മൈ വേർഡ് ഈസ് പവർഫുൾ എന്ന്. ഓ പിന്നെ ശാസ്ത്രബോധമുള്ള മലയാളികൾക്ക് ഇത് എളുപ്പം മനസ്സിലാവും. അവർക്ക് ആ പവർ എന്താണെന്ന് പിടികിട്ടും. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട പവറാണല്ലോ ഇവന്റെ വേർഡിന്റെ പവർ. എന്തൊരു നാറിയാടാ ഇവനൊക്കെ. അയ്യോ ഇങ്ങനെയുണ്ടോ കള്ളന്മാര്? ആൾക്കാരെ പാറ്റിച്ച് കണ്ടോ. മൈ വേർഡ് ഈസ് പവർഫുൾ, ഐ ആം ആൻ അപ്പോസ്റ്റോൽ എന്നൊക്കെ പറയുക. എന്നിട്ട് പറഞ്ഞ എന്തോ അറിയോ, ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ മോനെ നിന്നെ ക്യാൻസൽ ചെയ്യാൻ അറിയാം, നിന്നെ കുടുംബം കുളം തോണ്ടിയിട്ട് യേശുക്രിസ്തു ഇവിടുന്ന് പോകത്തുള്ളൂ.
ഹല്ലേലൂയ എന്ന് പറഞ്ഞ അടുത്തിരിക്കുന്നവർ പാട്ട് പാടാൻ വാടകയ്ക്ക് ആൾ വന്നേക്കുന്നതുകൊണ്ട് ഇവന്റെ നല്ല പൈസ വരുന്ന ഇടപാടാണല്ലോ. അപ്പൊ കോറസോട് കൂടി ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ മ്യൂസിക്കിന്റെ ഒക്കെ വേണ്ടി അവിടെ ഇരിക്കുന്നവർക്ക് ഇനിയിപ്പോ പേടിക്കുമായിരിക്കും. ഇവനെ പറ്റി പറഞ്ഞ് ഇവൻ ക്യാൻസൽ ചെയ്യുമല്ലോ, പ്രോസ്പെറിറ്റി ക്യാൻസൽ ചെയ്യാൻ പോകുന്നവനാണല്ലോ ഇവൻ. വിത്ത് ദ നെയിം ഓഫ് ജീസസ്. ഓ ജീസസിന്റെ ഒരു ഗതികേട്. എങ്ങനെയുണ്ട് സാധനം? ചർച്ചിന് കാശ് കൊടുക്കരുതെന്നുള്ളതാണ് സബ്ജക്ട് കേട്ടോ. അപ്പൊ കൊടുക്കാതിരുന്നാൽ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെ ഞാൻ ആരാണ് എന്നൊക്കെ ഉള്ളതാണ് പുള്ളി ഈ ചെറിയ കുറച്ച് നേരം കൊണ്ട് പറഞ്ഞു തന്നത്. എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മേലിൽ ഏതെങ്കിലും ഒരുത്തൻ കർത്താവിനെയോ കർത്താവിന്റെ ദാസനെയോ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെയൊക്കെ ഉണ്ടല്ലോ നശിപ്പിച്ചിട്ടേ കർത്താവ് ഇവിടുന്ന് പോകത്തുള്ളൂ. കർത്താവിനെ അറിയാമല്ലോ, കർത്താവ് എന്ന് പറഞ്ഞാൽ മര്യാദ കാണാൻ മര്യാദക്കില്ല, വളരെ മോശപ്പെട്ട ആളാ. കഠിനമായ ശിക്ഷകളൊക്കെ തന്നിരിക്കും, മനസ്സിലായോ? ശിക്ഷിച്ചിട്ടുണ്ടല്ലോ, ശരിയാക്ക് നിങ്ങളെയൊക്കെ. പ്രത്യേകിച്ച് ചർച്ചിന് കാശ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാല്. എന്നാ പിന്നെ നിനക്ക് ഈ ഇത്രയും ബുദ്ധിമുട്ടില്ലല്ലോ, നീ അങ്ങ് നേരിട്ട് അങ്ങ് കാശിങ്ങ് കൊടുക്കാൻ പറ കർത്താവിനോട്. എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? രോഗം അത് ഇത് ക്യാൻസർ ഭേദപ്പെടുത്തി മറ്റേ വിസ വരുത്തുന്നു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് നിനക്ക് കാശിന്റെ ആവശ്യമുണ്ട്, നീ ഉണ്ട് കർത്താവിനോട് അങ്ങ് പറ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് കർത്താവേ, ഇതിങ്ങ് കുറച്ച് നോട്ടടിച്ച് ഇവിടുന്ന് കൊണ്ട് വെക്കാൻ പറഞ്ഞാൽ നിന്റെ അസുഖം അങ്ങ് മാറത്തില്ലേ? ഇത്രയും വിഷമിക്കുന്ന എന്തിനാ? ചർച്ചിന് കാശ് യേശു അങ്ങ് കൊടുക്കാൻ പറ. നീ പറഞ്ഞാൽ നിന്റെ വേർഡ് ഈസ് പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. നീ അപ്പോസ്തോലനോ ഇപ്പോസ്തോലനോ വേണ്ടാണെന്ന് പറയുന്നത്. എന്നാ പിന്നെ നീ ആ പൈസയും കൂടെ അങ്ങ് വരുത്താമെങ്കിൽ നിന്റെ ഈ വർത്തമാനത്തിന് ആവശ്യം വരുന്നില്ലല്ലോ. കാശാണ് ആവശ്യം. കാശ് കൊടുക്കരുതെന്ന് പറഞ്ഞവരെയാണ് ഈ പറഞ്ഞ പോലെ അങ്ങ് നിഗ്രഹിച്ചേക്കാമെന്ന് വിചാരിച്ചത്. ഐ ആം ക്യാൻസലിംഗ് യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ് ബിക്കോസ് ഐ ആം ആൻ അപ്പോസ്തോൽ, മൈ വേർഡ് ഇസ് പവർഫുൾ എന്നൊക്കെ പറഞ്ഞ് ഈ നമ്പറൊക്കെ ഇറക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് കുറച്ച് കാശ് വേണം, തീർന്നു, ഇത്രേ ഉള്ളൂ. അതിനാണ് അയ്യേ ഇതാ പറഞ്ഞത്. ഇവന്മാരുടെ കയ്യിൽ ഒരു പഴം, ഇവന്മാർ ആളെ പറ്റിക്കാനൊക്കെ കൊള്ളത്തുള്ളൂ, അല്ലാതെ കാശൊന്നും ചോദിച്ച് യേശു കൊടുക്കത്തൊന്നുമില്ല. അതുപോലെ തന്നെ ക്യാൻസർ മാറാൻ പോകുന്നില്ല, വിസയും വരാൻ പോകും. വിസയൊക്കെ വേണേ വരുത്താം. അവിടെ ഉള്ളവന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാർ ഈ ജോലിക്ക് കയറ്റും ആൾക്കാരെ കൊണ്ടുപോയി. അത് ഇവർക്ക് ഇച്ചിരി കൂടുതലാണ്. ഓരോ ചർച്ചിലുള്ളവന്മാർ എവിടെയെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞാൽ അതേ ചർച്ചിലുള്ള ആൾക്കാരെ അപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ജോലി ഒപ്പിച്ച് കൊടുക്കണം, അതാക്കണം ഇതാക്കണം. എന്നിട്ട് ആ 10% പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ വരുമല്ലോ. ഇവന് ശമ്പളം കൂടിയാൽ ഇവന് മറ്റേ പ്രേരണ എല്ലാ മാസവും ദശാംശം കൊടുക്കുമ്പോൾ ഇതുവരെ 100 രൂപയ്ക്ക് കൂലിപ്പണി എടുത്തോണ്ടിരുന്നിടത്തിന് അവിടെ കുവൈറ്റ് ചെന്ന് കഴിയുമ്പോൾ അല്ലേ, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് പറയാന്ന് വെച്ചാൽ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഗൾഫിലോ അമേരിക്കയിലോ എവിടെ പോയാലോ അവന് ദശാംശം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, കാരണം കടന വിശ്വാസിയായിരിക്കും. അപ്പൊ ഈ വിശ്വാസിയെ തള്ളിക്കയറ്റും ഇവന്മാർ. അവിടെ ഉണ്ട്, കുവൈറ്റിൽ പല കമ്പനികളിലും ഉണ്ട് ഇങ്ങനെയുള്ള അലമ്പ പരിപാടി. അപ്പൊ ഒരു ചർച്ചിലുള്ളവര് പ്രത്യേകം ഈ പറഞ്ഞ പോലെ വിസയും കൊടുത്ത് കൊണ്ടുവന്ന് അവിടെ പണിക്കൊക്കെ കയറ്റി. അതുകൊണ്ട് പലരും ജോലിയല്ല ചെയ്യുന്നത്, കൂടുതൽ പേരും പ്രാർത്ഥിക്കാൻ പോക്കും പാസ്റ്ററെ സൂചിപ്പിക്കലും മാനേജറെ സൂചിപ്പിക്കലും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവന്മാർക്ക് ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവന്മാരുടെ സാലറിയുടെ ഒരു വീതം ഇവന്മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ ജോലിക്കൊക്കെ റെക്കമെൻഡേഷനും പരിപാടിയൊക്കെ ആയിട്ട് കുറെ പേര് നടപ്പുണ്ട്. ആർക്കും ഒരു ഗുണമില്ല. ഇവന്മാർ കോടീശ്വരന്മാരായി വലിയ ബിസിനസ് ഒക്കെ നടത്തുന്നു. ഇവരുടെ ഹോട്ടല്, ബാറ് ആണ്. പല മാസ്റ്റർമാർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ കാണണം. പലർക്കും ബാറൊക്കെ ബാർ. പിന്നെ ഇവന്മാർ എന്തിനൊക്കെയോ കാശ് മേടിക്കുന്നതെന്നോ കൊടുക്കുന്നതെന്നോ വല്ല ഐഡിയ ഉണ്ട്. ഇവര് വിളിച്ചു ചോദിച്ചാൽ ഇവന്മാര് പൈസയും കൊടുക്കുമെന്നേ പലരും, ഇവരുടെ ആരാധകര്. ഇവന്മാര് കൊള്ളാം, പരിപാടി നല്ലപോലെ കാശുണ്ടാക്കി ഇവരുടെ പള്ളി വരുന്ന പോലെ ജോലി എടുത്തോണ്ടിരിക്കുക. ഇപ്പോഴും കഷ്ടപ്പെട്ട് മരുഭൂമി പണിയെടുക്കുക. ദശാംശം കൊടുക്കുന്നവൻ കൂലിപ്പണി ചെയ്ത് വേണം കൊടുക്കാൻ. ഇവന് കൊള്ളായാലും നല്ല കച്ചവടമാണ്. അതിനിടയിൽ കച്ചവടത്തിന് നേരിയ ക്ഷീണം അടിച്ചപ്പോഴാണ് പ്രാഗിയത്. എന്തിനാടാ ഇതിനൊക്കെ നിൽക്കുന്നത്? കർത്താവിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട വല്ല ആവശ്യമുണ്ട്? കാശ് കർത്താവ് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൂലിക്ക് കുത്തി ഇരുന്നാൽ പോരെ. അപ്പോസ്തലന് എന്തിനാ ഇത്ര പൈസ? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ അസുഖം വന്നാൽ, ക്യാൻസർ വന്നാൽ പോലും ഇവൻ കൂളായിട്ട് കർത്താവിനെ രക്ഷിക്കും. അതല്ലേ ഇവര് പറയുന്നത്. പിന്നെ എന്താ നടക്കാത്ത? അപ്പോസ്തലൻ എന്താ പിന്നെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാര് ഇവന്മാർക്കൊക്കെ എന്തും ആവാം. അപ്പൊ പിന്നെ എന്തിനാണ് ഇവർ ഈ പറഞ്ഞ പോലെ പ്രാകാനും മറ്റുള്ളവനെ നശിപ്പിച്ചിട്ട് വേണമെങ്കിൽ കാശ് കിട്ടിയില്ലേ നശിപ്പിക്കൂടാന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ളൊരു ബോധം ഇല്ലാതെ പോയ നിവർത്തികെട്ടൊരവസ്ഥയിൽ എവിടെ എത്തിപ്പെട്ടപ്പോൾ പാറ്റിപ്പോയാലേ അയ്യോ സാറേ, അല്ലേ? ശരിയല്ലേ?